ഡിസംബർ 12-ന് അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷ എഴുതാൻ പോകുന്നവരാണ് ഈ വീഡിയോ കാണുന്നതിൽ ഭൂരിഭാഗം ആൾക്കാരും. എന്തായാലും നമുക്ക് അസിസ്റ്റന്റ് സെയിൽസ്മാന് ചോദിക്കാൻ സാധ്യതയുള്ള സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള 20 ചോദ്യങ്ങളാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഈ വീഡിയോയിലൂടെ എത്തിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പോയിന്റിൽ നോട്ട് ചെയ്ത് വെച്ച് തന്നെ പോവുക. നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരം കണ്ടെത്താൻ കഴിയുമോ എന്നുള്ള കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോയിലൂടെ നോട്ട് ചെയ്യുക. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, കേരളത്തിൻ്റെ മാവേലി മന്ത്രി എന്നറിയപ്പെടുന്നത് ആരാണ്? കേരളത്തിൻ്റെ മാവേലി മന്ത്രി എന്നറിയപ്പെടുന്നത് ആരെന്നാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. ആരാണ് കേരളത്തിൻ്റെ മാവേലി മന്ത്രി? ഇ ചന്ദ്രശേഖരൻ നായരാണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഇ ചന്ദ്രശേഖരൻ നായരാണ് എന്ത് ചെയ്ത് കേരളത്തിൻ്റെ മാവേലി മന്ത്രി എന്നറിയപ്പെടുന്നത്. ഇ ചന്ദ്രശേഖരൻ നായരാണ്. ഓക്കെ അല്ലേ? അപ്പോൾ കേരളത്തിൻ്റെ മാവേലി മന്ത്രി ആരാണ്? ഇ ചന്ദ്രശേഖരൻ നായരാണ്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ശബരി എന്ന ബ്രാൻഡ് നെയിം സപ്ലൈകോ ഉപയോഗിക്കാൻ തുടങ്ങിയ വർഷം ഏതാണ്? അപ്പോൾ സപ്ലൈകോയെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് കാണാത്തവർ കാണണം. ഞാൻ ഈ വീഡിയോയുടെ അവസാനം എൻ്റെ സ്ക്രീനായിട്ട് എന്ത് ചെയ്യാം, സപ്ലൈകോയുടെ ഒരു ക്ലാസ് ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ ശബരി എന്ന ബ്രാൻഡ് നെയിം സപ്ലൈകോ ഉപയോഗിക്കാൻ തുടങ്ങിയ വർഷം ഏതെന്നാണ് നമ്മുടെ 52ാമത്തെ ചോദ്യം. അപ്പോൾ ഏത് വർഷമാണ്? ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. 1997 കേട്ടോ. അപ്പോൾ 1997 ശബരി എന്ന ബ്രാൻഡ് നെയിം സപ്ലൈകോ ഉപയോഗിക്കാൻ തുടങ്ങിയ വർഷം. ഓക്കെ, അപ്പോൾ ശബരി എന്ന ബ്രാൻഡ് നെയിം സപ്ലൈകോ ഉപയോഗിക്കാൻ തുടങ്ങിയ വർഷം ഏതാണ്? 1997 അറിഞ്ഞിരിക്കുക. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഉപഭോക്തൃ ബന്ധ നിർവഹണം നടപ്പിലാക്കുന്നത് എന്തിൻ്റെ സഹായത്തോടെയാണ്? എന്താണ് ചോദ്യം? താഴെ കൊടുത്തതിൽ ഉപഭോക്തൃ ബന്ധ നിർവഹണം നടപ്പിലാക്കുന്നത് എന്തിൻ്റെ സഹായത്തോടെയാണെന്നാണ് നമ്മുടെ 53ാമത്തെ ചോദ്യം, അല്ലെങ്കിൽ മൂന്നാമത്തെ ചോദ്യം. അപ്പോൾ ഇതിൻ്റെ ശരി ഉത്തരം നിങ്ങൾ കണ്ടെത്താനായിട്ടൊന്ന് ശ്രമിച്ചു നോക്കുക. നിങ്ങൾ ശരി ഉത്തരം മാർക്ക് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം കേട്ടോ. ഇവയെല്ലാം വരും എന്ന് പറഞ്ഞാൽ പീപ്പിൾ, അതേപോലെ പ്രോസസ്സസ്, അതേപോലെ നമ്മുടെ ടെക്നോളജി. ഓക്കെ, അപ്പോൾ പീപ്പിൾ, പ്രോസസ്സസ്, ടെക്നോളജി, ഇത് മൂന്നും വരുന്നതാണ് എന്ത്? ഉപഭോക്തൃ ബന്ധ നിർവഹണം നടപ്പിലാക്കുന്നത് എന്തിൻ്റെ സഹായത്തോടെയാണെന്ന് ചോദിച്ചാൽ പീപ്പിൾ, പ്രോസസ്സസ്, ടെക്നോളജി, ഇത് മൂന്നിൻ്റെയും സഹായത്തോടു കൂടിയാണ് ഉപഭോക്തൃ ബന്ധ നിർവഹണം നടപ്പിലാക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഉപഭോക്തൃ ബന്ധ നിർവഹണം നടപ്പിലാക്കുന്നത് എന്തിൻ്റെ സഹായത്തോടെയൊക്കെയാണ്? പീപ്പിൾസ്, പ്രോസസ്സസ്, അതേപോലെ ടെക്നോളജി, ഇത് മൂന്നിൻ്റെയും സഹായത്തോടു കൂടിയാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഉപഭോക്തൃ ബന്ധ നിർവഹണം നടപ്പിലാക്കുന്നത്. അടുത്ത 4ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. മിഡ് ഡേ മീൽ പദ്ധതിയുടെ പേര് പ്രധാനമന്ത്രി പോഷൺ ശക്തി നിർമ്മാൺ എന്നാക്കിയത് എപ്പോഴാണ്? എന്താണ് ചോദ്യം? മിഡ് ഡേ മീൽ സ്കീം, നമുക്കറിയാം മിഡ് ഡേ മീൽ സ്കീം സ്കൂളുകളിലൊക്കെ നടത്തി വരുന്ന ഒരു പദ്ധതിയാണ് മിഡ് ഡേ മീൽ സ്കീം. അപ്പോൾ ഈ മിഡ് ഡേ മീൽ സ്കീമിൻ്റെ പദ്ധതിയുടെ പേര് പ്രധാനമന്ത്രി പോഷൺ ശക്തി നിർമ്മാൺ എന്നാണ് ഇപ്പോഴും. ഓക്കെ, അപ്പോൾ മിഡ് ഡേ മീൽ സ്കീമിൻ്റെ പുതിയ പേരെന്താണ്? പ്രധാനമന്ത്രി പോഷൺ ശക്തി നിർമ്മാൺ എന്നാണ്. ഇങ്ങനെ ആക്കിയത് ഏത് വർഷമാണെന്നാണ് നമ്മുടെ 4ാമത്തെ ചോദ്യം. ഏത് വർഷമാണ്? ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. 2021 സെപ്റ്റംബറിനാണ് കേട്ടോ. അപ്പോൾ 2021 സെപ്റ്റംബറിനാണ് മിഡ് ഡേ മീൽ സ്കീമിനെ പ്രധാനമന്ത്രി പോഷൺ ശക്തി നിർമ്മാണം എന്നാക്കിയത്. ഓക്കെ, അപ്പോൾ മിഡ് ഡേ മീൽ സ്കീമിൻ്റെ പുതിയ പേരെന്താണ്? പ്രധാനമന്ത്രി പോഷൺ ശക്തി നിർമ്മാണം എന്നാണ്. ഇങ്ങനെ ആക്കിയത് 2021 സെപ്റ്റംബറിനാണെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത് 5ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. കേരളത്തിലെ ഭക്ഷ്യ കമ്മീഷനെ നിയമിക്കുന്നത് ആരാണ്? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കേരളത്തിലെ ഭക്ഷ്യ കമ്മീഷനെ നിയമിക്കുന്ന ആരെന്നാണ് നമ്മുടെ 5ാമത്തെ ചോദ്യം. ആരാണ് കേരളത്തിലെ ഭക്ഷ്യ കമ്മീഷനെ നിയമിക്കുന്നത് ആരാണ്? ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. സംസ്ഥാന സർക്കാരാണ് കേട്ടോ. അപ്പോൾ സംസ്ഥാന സർക്കാരാണ് കേരളത്തിലെ ഭക്ഷ്യ കമ്മീഷനെ നിയമിക്കുന്ന ആരാണ്? സംസ്ഥാന സർക്കാരാണ് കേരളത്തിലെ ഭക്ഷ്യ കമ്മീഷനെ നിയമിക്കുന്ന ആരാണ്? സംസ്ഥാന സർക്കാരാണ് കേരളത്തിലെ ഭക്ഷ്യ കമ്മീഷനെ നിയമിക്കുന്നത്. 6ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, നിർമ്മാതാവ് നേരിട്ട് ഉൽപ്പന്നം ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്ന തലത്തിൻ്റെ പേര് എന്തെന്നാണ് ചോദ്യം. എന്താണ് ചോദ്യം? നിർമ്മാതാവ് നേരിട്ട് ഉൽപ്പന്നത്തിനെ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്ന തലം ഏതെന്നാണ് നമ്മുടെ 6ാമത്തെ ചോദ്യം. ഏതാണ് ആ തലം? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. 0 ലെവലാണ് കേട്ടോ. അപ്പോൾ 0 ലെവലാണ് നിർമ്മാതാവ് അല്ലെങ്കിൽ പ്രൊഡ്യൂസർ ഉൽപ്പന്നം നേരെ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്ന തലത്തിൻ്റെ പേരാണ് എന്തെന്ന് പറയുന്നത്? 0 ലെവൽ. നിർമ്മാതാവ് എന്ന് പറഞ്ഞാൽ ആരാണ്? പ്രൊഡ്യൂസറാണ്. ഉപഭോക്താവ് എന്ന് പറഞ്ഞാൽ ആരാണ്? കൺസ്യൂമറാണ് കേട്ടോ. അപ്പോൾ പ്രൊഡ്യൂസർ നേരിട്ട് എന്ത് ചെയ്യാണ്? കൺസ്യൂമറിലേക്ക് സാധനങ്ങൾ എത്തിക്കുകയാണ്. അതിന് പറയുന്ന പേരാണ് 0 ലെവൽ. 0 ലെവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊഡ്യൂസർ നേരിട്ട് സാധനങ്ങൾ കൺസ്യൂമറിലേക്ക് എത്തിക്കുന്നതിൻ്റെ പേരാണ് 0 ലെവൽ എന്ന് അറിഞ്ഞിരിക്കുക. 7ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. സിവിൽ സപ്ലൈസ് ഡയറക്ടർ പൊതുവിതരണ വകുപ്പിൻ്റെ ഭരണം നിർവഹിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? എന്താണ് ചോദ്യം?
ചോദ്യം സിവിൽ സപ്ലൈസ് ഡയറക്ടർ പൊതുവിതരണ വകുപ്പിൻ്റെ ഭരണം നിർവഹിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നാണ് നമ്മുടെ 7ാമത്തെ ചോദ്യം. അപ്പോൾ ഇതിനകത്ത് 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ഓപ്ഷൻസായി വായിച്ചു നോക്കാം. കേരള റേഷനിങ് ഓർഡർ 1966, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം കൺട്രോളർ ഓർഡർ 2001, അവശ്യ സാധന നിയമങ്ങളുടെ കീഴിൽ കേരള സർക്കാർ പാസ്സാക്കിയ മറ്റ് നിയമങ്ങൾ. ഇത് 3മാണ് ഇതിനകത്തുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ചോദ്യം ശ്രദ്ധിക്കുക. സിവിൽ സപ്ലൈസ് ഡയറക്ടർ പൊതുവിതരണ വകുപ്പിൻ്റെ ഭരണം നിർവഹിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ശരിയുത്തരം എന്താണ്? ഇത് 3ൻ്റെയും അടിസ്ഥാനത്തിലാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ സിവിൽ സപ്ലൈസ് ഡയറക്ടർ പൊതുവിതരണ വകുപ്പിൻ്റെ ഭരണം നിർവഹിക്കുന്നത് കേരള റേഷനിങ് ഓർഡർ 1966ൻ്റെയും അതുപോലെ തന്നെ 2ാമത്തെ ഓപ്ഷനായ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം കൺട്രോളർ ഓർഡർ 2001ൻ്റെയും അതുപോലെ അവശ്യ സാധന നിയമങ്ങളുടെ കീഴിൽ കേരള സർക്കാർ പാസ്സാക്കിയ മറ്റ് നിയമങ്ങളുടെ കീഴിലും കൂടിയാണ് എന്ത് ചെയ്യുന്നത്, കേരള സർക്കാർ അല്ലെങ്കിൽ നമ്മുടെ സിവിൽ സപ്ലൈസ് ഡയറക്ടർ പൊതുവിതരണ വകുപ്പിൻ്റെ ഭരണം നിർവഹിക്കുന്നത്. ഇത് 3ൻ്റെയും സഹായത്തോടു കൂടിയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി 1, 2, 3മാണ്. ഈ ഒരു ഓപ്ഷൻ സി ആണ് ഇതിനകത്ത് ശരി ഉത്തരമായിട്ട് വരിക. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 8ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾ ഉപയോഗിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഗുണനിലവാരമുള്ളതും ഭക്ഷ്യയോഗ്യവുമാണെന്ന് പരിശോധിക്കുന്നതിലൂടെ അല്ലെങ്കിൽ പരിശോധനകളിലൂടെ ഉറപ്പാക്കാനായിട്ട് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന് കീഴിൽ പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനം ഏതാണ്? ചോദ്യം വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. കേരളത്തിലെ ജനങ്ങൾ ഉപയോഗിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഗുണനിലവാരമുള്ളതും ഭക്ഷ്യയോഗ്യവുമാണെന്ന് പരിശോധനകളിലൂടെ ഉറപ്പാക്കാനായിട്ട് നമ്മുടെ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന് കീഴിൽ പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനത്തിൻ്റെ പേരെന്തെന്നാണ് നമ്മുടെ 8ാമത്തെ ചോദ്യം. ഏതാണ് ആ സ്ഥാപനം? അതിനകത്ത് 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശരിയുത്തരം ഏതാണ് ഇതിനകത്ത് വരിക? ശരിയുത്തരം വരിക ഓപ്ഷൻ ബി ആണ്, CFRD ആണ് കേട്ടോ. അപ്പോൾ CFRD ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? CFRD ആണ് ഈ ഒരു ഫംഗ്ഷൻ നിർവഹിക്കുന്നത്. എന്താണ് ആ ഫംഗ്ഷൻ? എന്താണ് CFRDയുടെ ഫംഗ്ഷൻ? എന്താണ്? കേരളത്തിലെ ജനങ്ങൾ ഉപയോഗിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഗുണനിലവാരമുള്ളതും ഭക്ഷ്യയോഗ്യവുമാണെന്ന് പരിശോധനകളിലൂടെ ഉറപ്പാക്കാനായിട്ട് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന് കീഴിൽ പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനത്തിൻ്റെ പേരാണ് CFRD. ഓക്കെ അല്ലേ? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണിത് CFRD. ഓക്കെ, അപ്പോൾ CFRDയുടെ ഫുൾ ഫോം എന്താണെന്നൊന്ന് സെർച്ച് ചെയ്യുക. ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, CFRDയുടെ ഫുൾ ഫോം നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേട്ടോ. CFRDയുടെ ഫുൾ ഫോം കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക, രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 9ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഉപഭോക്തൃ ബന്ധ നിർവഹണം എന്ന ആശയം രൂപം കൊണ്ടത് എപ്പോഴാണ്? എന്താണ് ചോദ്യം? CRM അല്ലെങ്കിൽ കൺസ്യൂമർ റൈറ്റ്സ് മാനേജ്മെൻ്റ്, അതാണ് ഉപഭോക്തൃ ബന്ധ നിർവഹണം. ഓക്കെ, അപ്പോൾ ഉപഭോക്തൃ ബന്ധ നിർവഹണം എന്ന ആശയം രൂപം കൊണ്ടത് എപ്പോഴാണെന്നാണ് നമ്മുടെ 59ാമത്തെ ചോദ്യം. എപ്പോഴാണ്? അത് 1970കളിലാണ് കേട്ടോ. അപ്പോൾ 1970കളിലാണ് ഉപഭോക്തൃ ബന്ധ നിർവഹണം അല്ലെങ്കിൽ CRM എന്ന് പറയുന്ന ആശയം രൂപം കൊണ്ടത്. എപ്പോഴാണ്? 1970കളിലാണ്. 1970കളിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? CRM. ഓക്കെ, CRM എന്ന് പറയുന്ന ആശയം രൂപം കൊണ്ടത് എപ്പോഴാണ്? 1970കളിലാണ് ഉപഭോക്തൃ ബന്ധ നിർവഹണം അല്ലെങ്കിൽ CRM എന്ന് പറയുന്ന ആശയം രൂപം കൊണ്ടത് 1970കളിലാണെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത 10ാമത്തെ ചോദ്യം, സൂപ്പർ മാർക്കറ്റുകൾ ഏത് തരത്തിലുള്ള സ്റ്റോറുകളാണെന്നാണ് ചോദ്യം. എന്താണ് ചോദ്യം? സൂപ്പർ മാർക്കറ്റുകൾ ഏത് തരത്തിലുള്ള സ്റ്റോറുകൾ ആണെന്ന് ചോദിക്കുകയാണെങ്കിൽ സൂപ്പർ മാർക്കറ്റുകൾ ഏത് തരത്തിലുള്ള സ്റ്റോറുകളാണ്? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം, റീറ്റെയിൽ സ്റ്റോറുകളാണ് കേട്ടോ. അപ്പോൾ സൂപ്പർ മാർക്കറ്റുകൾ റീറ്റെയിൽ സ്റ്റോറുകളാണെന്ന് അറിഞ്ഞിരിക്കുക. സൂപ്പർ മാർക്കറ്റുകൾ ഏത് തരത്തിലുള്ള സ്റ്റോറുകളാണ്? റീറ്റെയിൽ സ്റ്റോറുകളാണ് സൂപ്പർ മാർക്കറ്റ്. അടുത്ത ചോദ്യം, MRP എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? MRP നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. എന്താണ് MRPയുടെ പൂർണ്ണരൂപം? എന്താണ്? മാക്സിമം റീറ്റെയിൽ പ്രൈസ് എന്നാണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം, മാക്സിമം റീറ്റെയിൽ പ്രൈസ് ആണ് MRP എന്നതിൻ്റെ പൂർണ്ണരൂപം. MRP എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? മാക്സിമം റീറ്റെയിൽ പ്രൈസ് എന്നാണെന്ന് ഓർത്തിരിക്കുക. അടുത്ത 62ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിട്ടുള്ളതിൽ ഉപഭോക്തൃ ബന്ധ നിർവഹണത്തിൻ്റെ പ്രധാനപ്പെട്ട വഴികളിൽ ഉൾപ്പെടുന്നത് ഏതെന്നാണ് ചോദ്യം. എന്താണ് ചോദ്യം? താഴെ കൊടുത്തിട്ടുള്ളതിൽ ഉപഭോക്തൃ ബന്ധ നിർവഹണത്തിൻ്റെ പ്രധാനപ്പെട്ട വഴികളിൽ ഉൾപ്പെടുന്നത് ഏതെന്നാണ് നമ്മുടെ 62ാമത്തെ ചോദ്യം. ഏതാണ്? മാർക്കറ്റിംഗ് അതിനകത്ത് ഉൾപ്പെടുന്ന ഒരു കോൺസെപ്റ്റാണ്. സെയിൽസ് അതിനകത്ത് ഉൾപ്പെടുന്ന കോൺസെപ്റ്റാണ്. കസ്റ്റമർ സർവീസ് അതിനകത്ത് ഉൾപ്പെടുന്ന കോൺസെപ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി, ഇവയെല്ലാമാണ് കേട്ടോ. അപ്പോൾ താഴെ കൊടുത്തിട്ടുള്ളതിൽ ഉപഭോക്തൃ ബന്ധ നിർവഹണത്തിൻ്റെ പ്രധാനപ്പെട്ട വഴികളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? മാർക്കറ്റിംഗ് വരുന്നുണ്ട്, സെയിൽസ് വരുന്നുണ്ട്, കസ്റ്റമർ സർവീസ് വരുന്നുണ്ട്. അടുത്ത 13ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് 13ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഭക്ഷ്യവസ്തുക്കൾ താഴെ കൊടുത്തതിൽ എന്തിന് ഉദാഹരണമാണ്? ഭക്ഷ്യവസ്തുക്കൾ താഴെ കൊടുത്തതിൽ എന്തിന് ഉദാഹരണം എന്ന് ചോദിക്കുകയാണെങ്കിൽ ആ ഓപ്ഷൻസ് ഒന്ന് വായിച്ചേ. ഏതാണ്?
ഉപഭോക്തൃ ഉൽപ്പന്നമാണെന്ത്? ഭക്ഷ്യ ഉൽപ്പന്നം. ഓക്കെ അല്ലേ? ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഉപഭോക്തൃ ഉൽപ്പന്നമാണ് ഭക്ഷ്യ ഉൽപ്പന്നം. ഓക്കെ, അപ്പോൾ എന്താണ് ഭക്ഷ്യവസ്തുക്കൾ എന്ന് പറയുന്നത്? ഉപഭോക്തൃ ഉൽപ്പന്നങ്ങൾക്ക് ഉദാഹരണമാണ്. ഭക്ഷ്യവസ്തുക്കൾ എന്ന് പറയുന്നത് ഉപഭോക്തൃ ഉൽപ്പന്നങ്ങൾക്ക് ഉദാഹരണമാണെന്ന് ഓർത്തിരിക്കുക. ഭക്ഷ്യവസ്തുക്കൾ ഉപഭോക്തൃ ഉൽപ്പന്നങ്ങൾക്ക് ഉദാഹരണമാണ്. 14ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് മിക്സിലെ 4Pകളിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദ്യം. മാർക്കറ്റിംഗ് മിക്സിലെ 4Pകൾ. അപ്പോൾ മാർക്കറ്റിംഗ് മിക്സിലെ 4Pകൾ ഏതാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 4P എന്തെന്ന് നിങ്ങളൊന്ന് കണ്ടെത്തുക. ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എന്താണ് 4P അല്ലെങ്കിൽ 4Pക്കകത്ത് വരുന്ന പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണെന്ന് തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടെത്തിയ ശേഷം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യണം, രേഖപ്പെടുത്തിയിരിക്കണം. എല്ലാം ഞാൻ തന്നെ പറഞ്ഞു തന്നാൽ അത് നിങ്ങൾക്കും എനിക്കും ഒരു വിരസത ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങളും കൂടി എന്ത് ചെയ്യുക, ഒന്ന് കൂടെ നിൽക്കുക. ഓക്കെ, അപ്പോൾ 4P എന്ന് പറയുന്ന കോൺസെപ്റ്റ്, മാർക്കറ്റിംഗ് മിക്സിലെ 4P എന്ന് പറഞ്ഞാൽ എന്താണെന്ന് തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടെത്തിയ ശേഷം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ മാർക്കറ്റിംഗ് മിക്സിലെ 4Pകളിൽ ഉൾപ്പെടാത്തത് ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഓപ്ഷൻസ് വായിച്ചല്ലോ. അപ്പോൾ ശരി ഉത്തരം മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഏതാണ്? ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. മുൻഗണനയാണ് കേട്ടോ. അപ്പോൾ മുൻഗണന എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് 4Pക്കകത്ത് ഉൾപ്പെടാത്തത്. അപ്പോൾ ഉൾപ്പെടുന്ന ബാക്കി 3 ഇതിനകത്ത് പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? സ്ഥലം അല്ലെങ്കിൽ പ്ലേസ് വരുന്നുണ്ട്. പിന്നെ ഏതാണ് വരുന്നത്? പ്ലേസ് വരുന്നുണ്ട്, വില വരുന്നുണ്ട്, പ്രൈസ് വരുന്നുണ്ട്. അപ്പോൾ ഇത് പ്ലേസ് ആണ്. അടുത്ത ഏതാണ്? പ്രൈസാണ്. ഓക്കെ, പ്ലേസ് വരുന്നുണ്ട്, പ്രൈസ് വരുന്നുണ്ട്, ഉൽപ്പന്നം വരുന്നുണ്ട്. ഉൽപ്പന്നം എന്ന് വെച്ചാൽ എന്താണ്? പ്രോഡക്റ്റ് വരുന്നുണ്ട്. ഇനി ഒരു പിയും കൂടിയുണ്ട്. ആ പി ഏതാണെന്ന് കണ്ടെത്താനാണ് നിങ്ങളുടെ ദൗത്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മാർക്കറ്റിംഗ് മിക്സിലെ 4Pകളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 1 സ്ഥലം, പ്ലേസ് വരുന്നുണ്ട്, 2 പ്രൈസ് വരുന്നുണ്ട് അല്ലെങ്കിൽ വില വരുന്നുണ്ട്, 3 പ്രോഡക്റ്റ് വരുന്നുണ്ട്, ഉൽപ്പന്നം വരുന്നുണ്ട്. അടുത്തൊരു പി എന്താണെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും കണ്ടെത്തിയ ശേഷം കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അടുത്ത 15ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. വിൽപ്പനയുടെ ഓരോ ഘട്ടത്തിലും വിൽപ്പനക്കാരനെയും ഉപഭോക്താവിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് എന്താണ്? ചോദ്യം ശ്രദ്ധിക്കുക. വിൽപ്പനയുടെ ഓരോ ഘട്ടത്തിലും വിൽപ്പനക്കാരനെയും ഉപഭോക്താവിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ എന്താണത്? ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. സെയിൽസ്മാൻ ആണ് അല്ലേ? വിൽപ്പനയുടെ ഓരോ ഘട്ടത്തിലും വിൽപ്പനക്കാരനെയും ഉപഭോക്താവിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ആരാണ്? സെയിൽസ്മാൻ ആണ്. ശരിയല്ലേ? അത് വിൽപ്പനയുടെ ഓരോ ഘട്ടത്തിലും വിൽപ്പനക്കാരനെയും ഉപഭോക്താവിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ആരാണ്? സെയിൽസ്മാൻ ആണെന്ന് ഓർത്തിരിക്കുക. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അടുത്ത നമുക്ക് 66ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 66ാമത്തെ ചോദ്യം എന്താണ്? താഴെ കൊടുത്തതിൽ വ്യക്തിഗത വിൽപ്പനയുടെ സവിശേഷത ഏതെന്നാണ് ചോദ്യം. താഴെ കൊടുത്തതിൽ വ്യക്തിഗത വിൽപ്പനയുടെ സവിശേഷത ഏതെന്നാണ് നമ്മുടെ 66ാമത്തെ ചോദ്യം. ഓരോ ഓപ്ഷൻസ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. വളരെ കൂടുതൽ ആളുകളിലേക്ക് വേഗത്തിൽ വിവരമെത്തിക്കാം, കൂടുതൽ അയവുള്ളതാണ്, അതുപോലെ ഉപഭോക്താവിന് ഏകീകൃത വിവരങ്ങൾ നൽകുന്നു. ഇവയെല്ലാം ശരിയാണ്. അപ്പോൾ ചോദ്യം എന്താണ്? താഴെ കൊടുത്തതിൽ വ്യക്തിഗത വിൽപ്പനയുടെ സവിശേഷത എന്തെന്നാണ് ചോദ്യം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, വീഡിയോ ഒന്ന് പോസ് ചെയ്ത ശേഷം ഇതിൻ്റെ ഓപ്ഷൻസ് വായിച്ച് ശരി ഉത്തരം ഒന്ന് മാർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാൻ ശരി ഉത്തരത്തിലേക്ക് കടക്കുകയാണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം കേട്ടോ. കൂടുതൽ അയവുള്ളതാണ് കേട്ടോ. അപ്പോൾ താഴെ കൊടുത്തതിൽ വ്യക്തിഗത വിൽപ്പനയുടെ സവിശേഷത എന്താണ്? കൂടുതൽ അയവുള്ളതാണ് വ്യക്തിഗത വിൽപ്പന. കൂടുതൽ അയവുള്ളതാണ് വ്യക്തിഗത വിൽപ്പന. 16ാമത്തെ ചോദ്യം ഓക്കെ അല്ലേ? അടുത്ത 17ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് റേഷൻ കട നടത്തിപ്പിനായിട്ട് നിയമിക്കപ്പെടുന്ന വ്യക്തിയുടെ നിയമനത്തിൽ ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പ്രസ്തുത അപ്പീൽ പരിഗണിക്കുന്നത് ആരെന്നാണ് ചോദ്യം. എന്താണ് ചോദ്യം? റേഷൻ കട നടത്തിപ്പിനായിട്ട് നിയമിക്കുന്ന വ്യക്തിയുടെ നിയമനത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പ്രസ്തുത അപ്പീൽ പരിഗണിക്കുന്നത് ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ആരാണ്? ഓപ്ഷൻസ് 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ആരാണ് ഈ അപ്പീൽ പരിഗണിക്കുന്നതെന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ആരാണ്? ഓക്കെ, നിങ്ങൾ ശരി ഉത്തരം കണ്ടെത്തിയെന്ന് തന്നെ വിശ്വസിക്കുന്നു. അത് വേറെ ആരുമല്ല, നമ്മുടെ ജില്ലാ കളക്ടറാണ്. ഓക്കെ, അപ്പോൾ റേഷൻ കട നടത്തിപ്പിനായിട്ട് നിയമിക്കപ്പെടുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ അയാളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എന്തെങ്കിലും പരാതികൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ആരുമായിട്ടാണ് അല്ലെങ്കിൽ ആർക്കാണ് നിങ്ങൾ അപ്പീൽ കൊടുക്കേണ്ടത്? നമ്മുടെ ജില്ലാ കളക്ടർക്കാണെന്ന് അറിഞ്ഞിരിക്കുക. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. തെറ്റിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ്. അത് ജില്ലാ കളക്ടർ തന്നെ പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ റേഷൻ കട നടത്തിപ്പിനായിട്ട് നിയമിക്കപ്പെടുന്ന വ്യക്തിയുടെ നിയമനത്തിൽ ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പ്രസ്തുത അപ്പീൽ പരിഗണിക്കുന്ന ആരാണ്? നമ്മുടെ ജില്ലാ കളക്ടറാണെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത 18ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് റേഷൻ വാങ്ങാനായിട്ട് പ്രോക്സിയെ ഏർപ്പെടുത്താവുന്ന സന്ദർഭങ്ങളിൽ ശരിയായത് ഏതാണ്? എന്താണ് ചോദ്യം? റേഷൻ വാങ്ങാനായിട്ട് പ്രോക്സിയെ ഏർപ്പെടുത്താനാവുന്ന സന്ദർഭങ്ങളിൽ ശരിയായത് ഏതെന്നാണ് ചോദ്യം. ഏതാണ്? റേഷൻ എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമുക്ക് വേറൊരാളെ നിയമിക്കാം. എന്ന് വെച്ചാൽ നമ്മുടെ റേഷൻ വാങ്ങാനായിട്ട് വേറൊരാളെ നമുക്ക് എന്ത് ചെയ്യാം? പറഞ്ഞയക്കാം. അതാണ് പ്രോക്സി എന്ന് പറയുന്നത്. അങ്ങനെ പ്രോക്സിയെ നമുക്ക് പറഞ്ഞേൽപ്പിക്കാൻ കഴിയുന്ന സന്ദർഭം ഏതെന്നാണ് നമ്മുടെ 68ാമത്തെ ചോദ്യം. അപ്പോൾ ഓപ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കുക, ശേഷം ശരി ഉത്തരം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക.
ഓക്കെ, നിങ്ങൾ ശരി ഉത്തരം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് റേഷൻ വാങ്ങാൻ കഴിയാത്തൊരവസ്ഥയാണ്. നമ്മൾ എന്ത് ചെയ്യണം? ഒരു പ്രോക്സി അപ്പോയിൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സന്ദർഭം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ ശരി ഉത്തരമാണ്. ഗുരുതരമായ രോഗബാധയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എഴിക്കാൻ പറ്റാത്തൊരവസ്ഥ, അതാണ് ഇതിനകത്ത് പറയുന്നത്. അത് ശരിയാണ്. 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ, അത് ശരിയാണ്. ഭിന്നശേഷിയുള്ളവർ, അതും ശരിയാണ്. ഓക്കെ, അപ്പോൾ ഇത് മൂന്നും ശരിയാണ്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ഇവയെല്ലാം വരുന്നു കേട്ടോ. അപ്പോൾ റേഷൻ കടയിൽ നമുക്ക് റേഷൻ വാങ്ങാനായിട്ട് ഒരു പ്രോക്സിയെ നിയമിക്കാൻ കഴിയുന്ന സിറ്റുവേഷൻസ് ഏതൊക്കെയാണ്? ഗുരുതരമായ രോഗബാധയാൽ എന്ത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്, നമ്മൾ പാരലൈസ് ആയി പോവുകയോ അല്ലെങ്കിൽ എഴിക്കാൻ പറ്റാത്ത അവസ്ഥയായി പോവുകയാണ്. അല്ലെങ്കിൽ 65 വയസ്സിന് മേലെയുള്ള ആൾക്കാർക്കാണെങ്കിൽ എന്ത് ചെയ്യാം? പ്രോക്സി അപ്പോയിൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഭിന്നശേഷിയുള്ള ആൾക്കാർക്കാണെങ്കിൽ എന്ത് ചെയ്യാം? മറ്റൊരാളെ പറഞ്ഞയക്കാനായിട്ട് കഴിയും. ഓക്കെ അല്ലേ? അപ്പോൾ ആ ചോദ്യം നിങ്ങൾക്ക് സംശയമൊന്നുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 19ാമത്തെ ചോദ്യം, കേരള സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ കീഴിൽ എത്ര താലൂക്ക് ഡിപ്പോകളുണ്ട് എന്നാണ് ചോദ്യം. കേരള സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ കീഴിൽ എത്ര താലൂക്ക് ഡിപ്പോകളുണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ എത്ര താലൂക്ക് ഡിപ്പോകളാണുള്ളത്? 56 താലൂക്ക് ഡിപ്പോകളാണ് കേട്ടോ. കേരള സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ കീഴിൽ എത്ര താലൂക്ക് ഡിപ്പോകളുണ്ടെന്ന് ചോദിച്ചാൽ എത്ര താലൂക്ക് ഡിപ്പോകളാണ്? 56 താലൂക്ക് ഡിപ്പോകളാണ് നമ്മുടെ കേരള സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ കീഴിലുള്ളത്. ഓക്കെ അല്ലേ? അടുത്ത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 20ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, കേരളത്തിലെ ആദ്യത്തെ സബർബൻ മാൾ, ഓക്കെ, സബർബൻ മാൾ പ്രവർത്തനം ആരംഭിച്ചത് എവിടെയെന്നാണ് ചോദ്യം. കേരളത്തിലെ ആദ്യത്തെ സബർബൻ മാള് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് എവിടെയാണ്? ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. പിറവത്താണ് കേട്ടോ. അപ്പോൾ പിറവത്തിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? കേരളത്തിലെ ആദ്യത്തെ സബർബൻ മാള് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? പിറവത്തിലാണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ, ഏകദേശം നമ്മൾ 20 ചോദ്യങ്ങൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇത്രയും എന്ന് പറയുന്നത് നമ്മുടെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇനിയും അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ ക്ലാസ്സുകളും ഇതേപോലെ സ്പെഷ്യൽ ടോപ്പിക്കുകളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള MCQ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന 2 കാര്യങ്ങൾ കണ്ടെത്തിയ ശേഷം അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങളും കൃത്യമായിട്ട് എന്ത് ചെയ്യുക? അറിയിക്കുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആർക്കെങ്കിലും ഈ ചാനൽ ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ പരീക്ഷ എഴുതാൻ പോകുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രൂപ്പുകളിലേക്ക് എന്ത് ചെയ്യുക? തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കുക. അപ്പോൾ പുതിയൊരു ക്ലാസ്സും വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.